ഓം ശ്രീ ഗണേശായ നമ. ഓം ശ്രീ ഗണേശ ശാരദാ ഗുരുഭ്യോ നമ. ഓം ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗപ്രണേതാരം പ്രണതോസ്മി സദാശിവം. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രംബകേ ഗൗരി നാരായണി നമോസ്തുതേ. ഓം ശ്രീ മഹാദേവ്യേ നമ. ഓം ശ്രീ മഹാത്രിപുര സുന്ദരിയേ നമ. ഓം നമ ചണ്ഡികായേ. ഹരി ഓം. ശ്രീമദ്ദേവി മഹാത്മ്യം പഠന പരമ്പരയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം, സുദിനം നേരുന്നു. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ശ്രീമദ്ദേവി മഹാത്മ്യം 9-ാമത്തെ അധ്യായം. 10 ശ്ലോകങ്ങൾ പഠിച്ചു കഴിഞ്ഞു. 11 മുതൽ 16 വരെയുള്ള ശ്ലോകങ്ങളാണ് പഠിക്കേണ്ടത്. ആദ്യം ശ്ലോകം, ഓരോ ശ്ലോകം വായിക്കാം, അതിൻ്റെ അർത്ഥം പറഞ്ഞു പോകാം, പിന്നെ ഒന്നിച്ച് വായിക്കാം. 11-ാമത്തെ ശ്ലോകം. ഛിന്നേ ചർമ്മണി ഖഡ്ഗേ ച ശക്തിം ചിക്ഷേപസോസുരഃ താമപ്യസ്യ ദ്വിധാ ചക്രേ ചക്രേണാഭിമുഖാഗതാം. വാക്കുകൾ നോക്കാം, ഇതൊക്കെയാണ്. ഛിന്നേ ചർമ്മണി ഖഡ്ഗേ ച ശക്തിം ചിക്ഷേപ സഹ അസുരഃ സോസുരഃ താം അഭി അസ്യ താമപ്യസ്യ ദ്വിധാ ചക്രേ ചക്രേണാഭിമുഖാഗതാം. ചക്രേണ അഭിമുഖ ആഗതാം. ഇനി വാക്കുകളുടെ അർത്ഥം നോക്കാം. ഛിന്നെ എന്ന് പറഞ്ഞാൽ പൊട്ടിച്ചു. ചർമ്മണി പരിച, ഖഡ്ഗം വാള്, ച ശക്തി ബലമല്ല, വേല്, ചിക്ഷേപ എറിയുക, പ്രയോഗിക്കുക, സഹ അസുരഃ ആ അസുരൻ, താം അവൾ, അഭി അവളാകട്ടെ, അസ്യ അവൻ്റെ, ദ്വിധ രണ്ടായി, ചക്രേ ചെയ്തു, രണ്ടാക്കി ചെയ്തു, ചക്രേണ ചക്രം കൊണ്ട്, അഭിമുഖാഗത അഭിമുഖീകരിച്ചു. ഛിന്നേ ചർമ്മണി ഖഡ്ഗേ ച ശക്തിം ചിക്ഷേപ സോസുരഃ താമപ്യസ്യ ദ്വിധാ ചക്രേ ചക്രേണാഭിമുഖാഗതാം. ആ അസുരൻ ദേവിയുടെ നേരെ അയച്ച പരിച, വാള്, ശക്തി, വേല് തുടങ്ങിയ ആയുധങ്ങളെയൊക്കെ ദേവി തൻ്റെ കയ്യിലുണ്ടായിരുന്ന സുദർശന ചക്രം കൊണ്ട് കഷ്ണങ്ങളാക്കി ചെയ്തു. ദ്വിധ രണ്ടാക്കി ചെയ്തു, മുറിച്ചു കളഞ്ഞു എന്ന അർത്ഥം. ഛിന്നേ ചർമ്മണി ഖഡ്ഗേ ച ശക്തിം ചിക്ഷേപ സോസുരഃ താമപ്യസ്യ ദ്വിധാ ചക്രേ ചക്രേണാഭിമുഖാഗതാം. വാളും പരിചയും നഷ്ടപ്പെട്ടപ്പോൾ നിശുംഭൻ ശക്തി എന്ന ആയുധത്തെ പ്രയോഗിച്ചു. ദേവി അതിനെയും തൻ്റെ ചക്രം കൊണ്ട് രണ്ടായി രണ്ടാക്കി ചെയ്തു. കോപാത്മാദോ നിശുംബോധ ശൂലം ജഗ്രാഹദാനവഃ ആയാന്തം മുഷ്ടിപാതേന ദേവി തച്ചാപ്യചൂർണയത്. കോപാത്മാദോ നിശുംഭഃ അഥ ശൂലം ജഗ്രാഹ ദാനവഃ ആയാന്തം മുഷ്ടിപാതേന ദേവി തത് ച അപി അചൂർണയത്. കോപം കൊണ്ട്, കോപത്താൽ, ആത്മാതെന്നൊക്കെ പറയുന്നത് കോപത്താൽ ജ്വലിക്കുന്നവനായ നിശുംഭൻ അനന്തരം ശൂലം ജഗ്രാഹ ശൂലത്തെ ഗ്രഹിച്ചു, ശൂലത്തെ എടുത്തു, ആയാന്തം ദേവിയുടെ അടുത്തേക്ക് പാഞ്ഞു ചെന്നു. തൻ്റെ വാളും പരിചയമൊക്കെ പോയപ്പം ഒരു ശൂലം എടുത്തുകൊണ്ട് ആ അസുരൻ ദേവിയുടെ നേരെ പാഞ്ഞു ചെന്നു. ദേവി മുഷ്ടിപാതേന തത് ച അപി അചൂർണയത്. മുഷ്ടി എന്ന് കൈ ചുരുട്ടി പിടിക്കുന്നതിനെ മുഷ്ടി എന്ന് പറയുന്നത്. മുഷ്ടിപാതേന മുഷ്ടി കൊണ്ടിടിച്ച്, അതായത് കൈ ചുരുട്ടി ഇടിച്ചപ്പോൾ അത് ആകട്ടെ, തത് ച അഭി അതാകട്ടെ, ഏത് ആ ശൂലം
അചൂർണേത് ചൂർണമായി പോയി, പൊടിഞ്ഞു പോയി. അപ്പോൾ ദേവിയുടെ നേരെ അസുരൻ ശൂലം എറിഞ്ഞു. ആ ശൂലം തൻ്റെ നേരെ പാഞ്ഞു വരുന്ന കണ്ടിട്ട് ദേവി തൻ്റെ കൈ ചുരുട്ടി ഒരിടി കൊടുത്തപ്പോൾ അത് ചൂർണമായി പോയി. ചൂർണം എന്ന് പറഞ്ഞാൽ പൊടി, പൊടിഞ്ഞു പോയി എന്നർത്ഥം. കോപാത്മാദോ നിശുംബോധ ശൂലം ജഗ്രാഹദാനവക ആയാന്തം മുഷ്ടിപാതേന ദേവി തച്ചാപ്യചൂർണയത്. കോപം കൊണ്ട് കലുഷിതനായ നിശുംബൻ തൻ്റെ ശൂലം ദേവിയുടെ നേർ കഴിച്ചു. തൻ്റെ നേരെ പാഞ്ഞു വരുന്ന ശൂലത്തെ ദേവി കൈ ചുരുട്ടി ഇടിച്ചപ്പോൾ കഷണങ്ങളായി മുറിഞ്ഞുപോയി. അതിനെ ഭസ്മമാക്കി ചെയ്തു എന്നും പറയാം. അത് അടുത്ത വരിയിലുണ്ട്. അപ്പോൾ അതിനെ പൊടിച്ചു കളഞ്ഞു ദേവി, ഒരിടി കൊടുത്തു. അടുത്ത ശ്ലോകം. ആ വിദ്യാഥഗതാം സോപി ചിക്ഷേപ ചണ്ഡികാം പ്രതി സാപി ദേവ്യാ തൃശൂലേന ഭിന്ന ഭസ്മത്വമാഗത. ആ വിദ്യാത ഗതാം ഗതയെ സഹ അഭി സോപി ചിക്ഷേപ ചണ്ഡികാം പ്രതി സാ അഭി ദേവ്യാ തൃശൂലേന ഭിന്ന ഭസ്മത്വമാഗത. അപ്പം അതും പോയി കഴിഞ്ഞപ്പോൾ തൻ്റെ ഗതയെ ദേവിയുടെ നേരെ സഹ അഭി അവൻ ഗതാം ആവിദ്യാത ഗതയെ ചുഴറ്റിയിട്ട്, ഈ ആവിദ്യാത എന്ന് പറഞ്ഞാൽ ചുഴറ്റി, ചിക്ഷേപ ആവിദ്യാത ചിക്ഷേപ ചുഴറ്റി എറിഞ്ഞു ചണ്ഡികാം പ്രതി ദേവിയുടെ നേർക്ക്. അപ്പം ആ ഗതയെ അവൻ ചുഴറ്റി എറിഞ്ഞു. സാപി ആ ഗതയും അതാകട്ടെ അതാണ് ആ ഗതയും ദേവിയാൽ തൃശൂലേന ഭിന്ന ഭസ്മത്വമാകത. തൃശൂലം കൊണ്ട് ദേവി അതിനെ ഭസ്മമാക്കി കളഞ്ഞു. തൻ്റെ കയ്യിൽ ഒരു ഗതയെ ആ അസുരൻ ചുഴറ്റി ദേവിയുടെ നേരെ എറിഞ്ഞു. അത് വരുന്ന കണ്ടിട്ട് ദേവി തൻ്റെ തൃശൂലം കൊണ്ട് അതിനെ ഭസ്മമാക്കി കളഞ്ഞു. ആ വിദ്യാധഗതാം സോപി ചിക്ഷേപ ചണ്ഡികാം പ്രതി സാപി ദേവ്യാസ്തൃശൂലേന ഭിന്ന ഭസ്മത്വമാഗത. ശൂലം മുറിഞ്ഞുപോയെന്ന് കണ്ടപ്പോൾ നിശുംബൻ ഗതയെടുത്ത് ചുഴറ്റി ദേവിയുടെ നേർക്കെറിഞ്ഞു. ദേവി തൻ്റെ തൃശൂലം പ്രയോഗിച്ച് ആ ഗതയെയും ഭസ്മമാക്കി. അടുത്ത ശ്ലോകം. തതപരശുഹസ്തം തം ആയാന്തം ദൈത്യപുങ്കവം ആഹത്യ ദേവീ ബാണൗഖൈഃ അപാദയത ഭൂതലേ. തതഃ പരശുഹസ്തം തം ആയാന്തം ദൈത്യപുങ്കവം ആഹത്യ ദേവീ ബാണൗഖൈഃ അപാദയത ഭൂതലേ. തതഃ അനന്തരം പരശുഹസ്തം പരശു കയ്യിലെടുത്തു. ആ അസുരൻ മഴു കയ്യിലെടുത്തു. പരശു എന്ന് പറഞ്ഞാൽ മഴു, വെൺമഴുവുമായിട്ട് തം ആയാന്തം അവൻ പാഞ്ഞു വന്നു. ആ ദൈത്യപുങ്കവൻ മഴുവും എടുത്തുകൊണ്ട് ദേവിയുടെ നേരെ പാഞ്ഞു വന്നു. ആഹത്യ ആ പാഞ്ഞു വന്ന് ആ മഴു കൊണ്ട് വെട്ടി. അപ്പോൾ ദേവി ബാണൗഖൈഃ അപാദയത ഭൂതലെ തൻ്റെ ബാണങ്ങൾ കൊണ്ട് അവനെ ഭൂമിയിൽ പതിച്ചു നിപതിച്ചു എന്ന്. അപാദയത ഭൂമിയിൽ വീഴിച്ചു അവനെ. തതപരശുഹസ്തം തം ആയാന്തം ദൈത്യപുങ്കവം ആഹത്യ ദേവീ ബാണൗഖൈഃ അപാദയത ഭൂതലേ. ആ വെൺമഴു ദേവിയുടെ നേരെ പ്രഹരിച്ചപ്പോൾ ദേവി തൻ്റെ ബാണങ്ങൾ കൊണ്ട് അതായത് തൻ്റെ ഗതയും നിഷ്ഫലമായി എന്ന് കണ്ടിട്ട് കോപത്തോടെ നിശുംബൻ പരശു എന്ന ആയുധവും കയ്യിലേന്തി ദേവിയുടെ നേരെ തിരിച്ചു. ദേവി ആ ബാണങ്ങൾ പ്രയോഗിച്ച് തൻ്റെ കയ്യിലുള്ള ബാണങ്ങൾ പ്രയോഗിച്ച് നിശുംബനെ വീഴ്ത്തി, നിശുംബനെ ഭൂമിയിൽ പതിപ്പിച്ചു. അടുത്ത ശ്ലോകം. തസ്മിൻ നിപതിതേ ഭൂമൗ നിശുംഭേ ഭീമവിക്രമേ ഭ്രാതരി അതീവ സംക്രുദ്ധഃ പ്രയയൗ യോദ്ധുമംബികാം. തസ്മിൻ നിപതിതേ ഭൂമൗ
നിശുംഭേ ഭീമവിക്രമേ ഭ്രാതരി അതീവ സംക്രുദ്ധഃ പ്രയയൗ യോദ്ധും അംബികാം തസ്മിൻ നിപതിതേ ഭൂമൗ ഭൂമിയിൽ അവൻ പതിച്ചത് കണ്ടിട്ട് നിശുംഭഃ ഭീമവിക്രമ ഭ്രാതരി ഭീമവിക്രമനായ വലിയ പരാക്രമിയായ നിശുംഭൻ ഭൂമിയിൽ പതിച്ചത് കണ്ടിട്ട് തൻ്റെ ഭ്രാതരി അതീവ സംകൃത ഭ്രാതാവ് സഹോദരൻ ശുംഭൻ ക്രുദ്ധനായി അംബികയോട് യുദ്ധത്തിനായി വന്നു ചേർന്നു. സംക്രുദ്ധഃ പ്രയയൗ എന്ന് പറഞ്ഞാൽ വന്നു ചേർന്നു. പ്രയയൗ എന്ന് പറഞ്ഞാൽ പ്രകർഷേണ വന്നു ചേർന്നു എന്നർത്ഥം. യോദ്ധും അംബികയോട് യുദ്ധത്തിനായിക്കൊണ്ട്. അപ്പം തൻ്റെ സഹോദരൻ ഭീമവിക്രമനായ ആ നിശുംഭൻ ഭൂമിയിൽ പതിച്ചത് കണ്ടിട്ട് ക്രുദ്ധനായ ശുംഭൻ ദേവിയുടെ നേർക്ക് അതീവ കോപത്തോടെ യുദ്ധത്തിനായി വന്നു ചേർന്നു എന്നർത്ഥം. തസ്മിൻ നിപതിതേ ഭൂമൗ നിശുംഭേ ഭീമവിക്രമേ ഭ്രാതേരി അതീവ സംക്രുദ്ധഃ പ്രയയൗ യോദ്ധുമംബികാം. ഭീമവിക്രമനായ നിശുംഭൻ ഭൂമിയിൽ വീണത് കണ്ടപ്പോൾ സഹോദരനായ ശുംഭൻ ഏറ്റവും ക്രുദ്ധനായി തീർന്ന് ദേവിയെ കൊല്ലുവാനായി പുറപ്പെട്ടു. യുദ്ധം ചെയ്യാനായിക്കൊണ്ട് വന്നു ചേർന്നു എന്നർത്ഥം. സാരഥസ്തസ്തഥാത്യുച്ചൈഃ ഗൃഹീത പരമായുധൈഃ ഭുജൈരഷ്ടാഭിരതുലൈഃ വ്യാപ്യാശേഷം ബഭൗ നഭഃ സഹ രഥസ്ഥ തഥാ അതി ഉച്ചൈഃ രഥസ്ഥസ്തഥാത്യുച്ചൈഃ ഒന്നിച്ച് ഗൃഹീത പരമായുധൈഃ ഭുജൈഃ അഷ്ടാഭിഃ അതുലൈഃ ഭുജൈരഷ്ടാഭിരതുലൈഃ വ്യാപ്യ അശേഷം ബഭൗ നഭഃ. സഹ അവൻ രഥസ്ഥഃ രഥത്തിൽ കയറി തഥാ അത്യുച്ചൈഃ ഉയർത്തിപ്പിടിച്ച ആയുധങ്ങളുമായി ഗ്രഹീത പരമായുധങ്ങൾ എന്ന് പറഞ്ഞാൽ ഗ്രഹീത എന്ന് പറഞ്ഞാൽ പിടിച്ചിരിക്കുന്നത് പരമായുധങ്ങൾ ശ്രേഷ്ഠങ്ങളായ ആയുധങ്ങളാൽ ഭുജൈഹി അഷ്ടാഭിഹി അതുലൈഹി 8 കൈകളോടുകൂടി അഷ്ടം 8 ഭുജം കൈയാണ്. അപ്പം 8 കൈകളോടുകൂടി അതുലൈഹി തുലൈഹി എന്ന് പറഞ്ഞാൽ തുലനം ചെയ്യാൻ പറ്റുന്നത്, അതുലം എന്ന് പറഞ്ഞാൽ തുലനം ചെയ്യാൻ പറ്റാത്തത്, തുല്യമായി പറയാൻ സാധിക്കാത്ത 8 കൈകളുമായി ആയുധങ്ങളെല്ലാം പിടിച്ചുകൊണ്ട് വ്യാപ്യ എന്ന് പറഞ്ഞാൽ വ്യാപിച്ചു. അശേഷം ബഭൗ അശേഷം എന്ന് പറഞ്ഞാൽ മുഴുവൻ, ബഭൗ എന്ന് പറഞ്ഞാലോ ആകാശത്ത്, നഭഃ. അപ്പോൾ ബഭൗ എന്ന് പറഞ്ഞാൽ പ്രകാശിക്കുക, നഭ എന്ന് പറഞ്ഞാൽ ആകാശം, ആകാശത്തിൽ പ്രകാശിച്ചു. അതായത് അവൻ അതിശ്രേഷ്ഠങ്ങളായ ആയുധങ്ങളും ധരിച്ച് 8 കൈകളോടുകൂടി രഥത്തിൽ കയറിയിരിക്കുന്ന ശുംഭൻ തുല്യതയില്ലാത്തവണ്ണം ആകാശമാർഗം നിറഞ്ഞു പ്രകാശിച്ചു. ആകാശത്തിൽ നിറഞ്ഞു പ്രകാശിച്ചു. ബഭൗ പ്രകാശിക്കുക, നഭം ആകാശം, വ്യാപിച്ചു, അശേഷം മുഴുവൻ. അപ്പം ആകാശം മുഴുവൻ ശോഭിച്ചു എന്ന് അർത്ഥം. സാരഥസ്തസ്തഥാത്യുച്ചൈഃ ഗൃഹീത പരമായുധൈഃ ഭുജൈരഷ്ടാഭിരതുലൈഃ വ്യാപ്യാശേഷം ബഭൗ നഭഃ. അതിശ്രേഷ്ഠങ്ങളായ ആയുധങ്ങളും ധരിച്ച് 8 കൈകളോടുകൂടി രഥത്തിൽ കയറിയിരിക്കുന്ന ശുംഭൻ തുല്യതയില്ലാത്തവണ്ണം ആകാശമാർഗം നിറഞ്ഞു ശോഭിച്ചു, നിറഞ്ഞു പ്രകാശിച്ചു എന്നർത്ഥം. ഇനി നമ്മൾക്ക് ഒരു പ്രാവശ്യം ശ്ലോകം മുഴുവൻ വായിക്കാം, എന്നിട്ട് അർത്ഥം ഒന്നിച്ച് മുഴുവനൊന്ന് പറയാം.
ഛിന്നേ ചർമ്മണി ഖഡ്ഗേ ച ശക്തിഞ്ചിക്ഷേപസോസുരഃ താമാപ്യസ്യ ദ്വിധാ ചക്രേ ചക്രേണാഭിമുഖാഗതാം. വാളും പരിചയം നഷ്ടപ്പെട്ടപ്പോൾ നിശുംഭൻ ശക്തി എന്ന ആയുധത്തെ പ്രയോഗിച്ചു. ആ ദേവി അതിനെയും തൻ്റെ ചക്രം കൊണ്ട് മുറിച്ചു കളഞ്ഞു, രണ്ടാക്കി ചെയ്തു. കോപാത്മാദോ നിശുംബോധ ശൂലം ജഗ്രാഹദാനവക ആയാന്തം മുഷ്ടിപാതേന ദേവി തച്ചാപ്യചൂർണയത്. കോപം കൊണ്ട് കലുഷിതനായ നിശുംഭൻ തൻ്റെ ശൂലം ദേവിയുടെ നേർക്കയച്ചു. തൻ്റെ നേരെ പാഞ്ഞു വരുന്ന ശൂലത്തെ ദേവി കൈ ചുരുട്ടി ഇടിച്ചപ്പോൾ അത് കഷ്ണങ്ങളായി നുറുങ്ങിപ്പോയി. ആ വിദ്യാതഗതാം സോപി ചിക്ഷേപ ചണ്ഡികാം പ്രതി സാപി ദേവ്യാ ത്രിശൂലേന ഭിന്നാഭസ്മത്വമാഗതാം. ശൂലം മുറിഞ്ഞുപോയെന്ന് കണ്ടപ്പോൾ നിശുംഭൻ ഗദയെടുത്ത് ചുഴറ്റി ദേവിയുടെ നേർക്ക് എറിഞ്ഞു. ദേവി തൻ്റെ ത്രിശൂലം പ്രയോഗിച്ച ഗദയെയും ഭസ്മമാക്കി. തതപരശുഹസ്തം തം ആയാന്തം ദൈത്യപുങ്കവം ആഹത്യ ദേവീ ബാണൗഖൈഃ അപാതയത ഭൂതലേ. തൻ്റെ ഗദയും നിഷ്ഫലമായി കണ്ടിട്ട് കോപത്തോടെ നിശുംഭൻ പരശു എന്ന ആയുധവും കയ്യിലേന്തി ദേവിയുടെ നേരെ തിരിച്ചു. ദേവി ബാണങ്ങൾ പ്രയോഗിച്ച് നിശുംഭനെ വീഴ്ത്തി. തസ്മിൻ നിപതിതേ ഭൂമൗ നിശുംഭേ ഭീമവിക്രമേ ഭ്രാതര്യതീവ സംക്രുദ്ധഃ പ്രയയൗ യോദ്ധുമംബികാം. ഭീമവിക്രമനായ നിശുംഭൻ ഭൂമിയിൽ വീണത് കണ്ടപ്പോൾ സഹോദരനായ ശുംഭൻ ഏറ്റവും ക്രുദ്ധനായി തീർന്ന് ദേവിയെ കൊല്ലുവാനായി വന്നു ചേർന്നു. സാരഥസ്തത്തഥാത്യുച്ചൈഃ ഗൃഹീതപരമായുധൈഃ ഭുജൈരഷ്ടാഭിരതുലൈഃ വ്യാപ്യാശേഷം ബഭൗനഭാം. അതിശ്രേഷ്ഠങ്ങളായ ആയുധങ്ങളും ധരിച്ച് 8 കൈകളോടുകൂടി രഥത്തിൽ കയറിയിരിക്കുന്ന ശുംഭൻ തുല്യതയില്ലാത്തവണ്ണം ആകാശമാർഗം നിറഞ്ഞു പ്രകാശിച്ചു. ഒരു പ്രാവശ്യം കൂടി ചൊല്ലിത്തരാം. ഛിന്നേ ചർമ്മണി ഖഡ്ഗേ ച ശക്തിഞ്ചിക്ഷേപസോസുരഃ താമപ്യസ്യ ദ്വിധാ ചക്രേ ചക്രേണാഭിമുഖാഗതാം. കോപാത്മാദോ നിശുംബോധ ശൂലം ജഗ്രാഹദാനവക ആയാന്തം മുഷ്ടിപാതേന ദേവി തച്ചാപ്യചൂർണയത്. ആവിദ്യാതഗതാം സോപി ചിക്ഷേപ ചണ്ഡികാം പ്രതി സാപി ദേവ്യാ ത്രിശൂലേന ഭിന്നാഭസ്മത്വമാഗത. തതപരശുഹസ്തം തം ആയാന്തം ദൈത്യപുങ്കവം ആഹത്യ ദേവീ ബാണൗഖൈഃ അപാതയത ഭൂതലേ. തസ്മിൻ നിപതിതേ ഭൂമൗ നിശുംഭേ ഭീമവിക്രമേ ഭ്രാതര്യതീവ സംക്രുദ്ധഃ പ്രയയൗ യോദ്ധുമംബികാം. സാരഥസ്തതത്യുച്ചൈഃ ഗൃഹീതപരമായുധൈഃ ഭുജൈരഷ്ടാഭിരതുലൈഃ വ്യാപ്യാശേഷം ബഭൗനഭാം. ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് അവസാനിച്ചു. അടുത്ത ക്ലാസ്സിൽ വരും വരേക്കും എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നന്ദിയുണ്ട്. ഹരി ഓം. സർവത്ര ദേവീനാമസങ്കീർത്തനം. അമ്മേ നാരായണ. സകലം ശ്രീ ദേവ്യാർപ്പണമസ്തു. ഹരി ഓം. ഓം തത്സത്.